ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തന്നെ അനുഗ്രഹീതമായ പാദസ്പർശനം കൊണ്ട് ഈ ഭാരതത്തിൻ്റെ മണ്ണിനെയും ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭൂമിയെയും അനുഗ്രഹിച്ച ഒരു വലിയ വിശുദ്ധനെ കുറിച്ചാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോവുക. ഈ ഒരു വലിയ വിശുദ്ധനെ കുറിച്ച് നാം കേൾക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പുണ്യങ്ങളാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റിയത് എന്ന് നാം മനസ്സിലാക്കി ആ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാക്കി വിശുദ്ധിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇന്ന ദിവസം നാം കേൾക്കുക വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധന്റെ ജീവിതമാണ്. അദ്ദേഹം ജനിച്ചത് പോളണ്ടിലാണ്. പോളണ്ടിൽ 1894 ജനുവരി 17 അദ്ദേഹം ഒരു ഭക്തരായ ക്രൈസ്തവ മാതാപിതാക്കന്മാർക്ക് ജനിക്കുക. അദ്ദേഹം വളർന്നു വരുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ ഭക്തിയും തീക്ഷ്ണതയും ഉള്ളവരായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്കും ഈ ഭക്തിയും തീക്ഷ്ണതയും കടന്നു വരിക. അങ്ങനെ മാതാപിതാക്കന്മാരുടെ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ആയിട്ട് അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവവിശ്വാസമുള്ളൊരു മകനായിട്ട് വളർന്നു വരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈ മാക്സിമിലിയൻ കോൾബെയുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹം ദൈവമാതാവിനോട് ഏറെ വലിയ ഭക്തിയുള്ള ഒരു പയ്യനായിരുന്നു എന്നുള്ളത്. പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിൻ്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടൊക്കെ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാനായിട്ട് അവന് വലിയ ആഗ്രഹമായിരുന്നു. നമുക്കറിയാലോ, നമ്മളുടെ വിശുദ്ധനായ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം നാം പിടിക്കുവാണെങ്കിൽ, അമ്മയോട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈശോയുടെ കരം പിടിക്കാൻ പറ്റും, ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റും. അമ്മ നമ്മെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയിൽ നാം കാണുക. മാക്സിമിലിയൻ കോൾബെയ്ക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നത് വലിയ ആനന്ദമായിരുന്നു, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഈശോയോട് കൂടുതൽ അടുക്കുകയും വലിയൊരു വിശുദ്ധനായിട്ട് മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് 12-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരു വലിയ ദർശനം തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ 12 വയസ്സുള്ള ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ദർശനത്തിൽ. എന്നിട്ട് ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ അമ്മ ഈ സ്നേഹത്തോടെ ഈ പയ്യനോട് പറയുവാണ്, മോനെ, നിനക്ക് 2 കിരീടങ്ങൾ ഞാൻ തരാം, നിനക്ക് ഇഷ്ടമുള്ള ഒന്ന് എടുക്കാം. അങ്ങനെ അമ്മയുടെ കയ്യിൽ 2 കിരീടങ്ങൾ ഈ മകൻ കാണുക. ഒന്ന് ഒരു വെള്ള നിറത്തുള്ള കിരീടവും മറ്റൊന്ന് ചുവപ്പ് നിറത്തുള്ള കിരീടവും. ഈ വെള്ള നിറത്തുള്ള കിരീടം, വെള്ള നിറം തന്നെ എന്താ സൂചിപ്പിക്കുക? അത് വെണ്മയെ, വിശുദ്ധിയെ, ശുദ്ധതയാണ് സൂചിപ്പിക്കുക. അപ്പോൾ വെള്ള നിറത്തുള്ള കിരീടം ഈ പയ്യന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടി നിനക്കിത് വേണോന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ഇത് സ്വീകരിക്കുക എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ അവർ അർത്ഥമാക്കുന്നത് ശുദ്ധത എന്ന പുണ്യം, ചാരിത്രം എന്ന പുണ്യം, അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന പുണ്യം. ഈ ഒരു പുണ്യത്തിൽ ഈ മകൻ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് നീ സ്വീകരിക്കുന്നോ, ഇത് നിനക്ക് വേണോ എന്നാണ് ചോദിക്കുക പരിശുദ്ധ അമ്മ. ഇനി രണ്ടാമത് ചുവപ്പ് നിറത്തുള്ള കിരീടം. ചുവപ്പ് അത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വം, അല്ലെങ്കിൽ ചോര ചിന്തുന്നതിനെയാണ്. എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നു. അതിന് നിന്റെ മരണം തന്നെ ഒരു മഹത്വമായിട്ട്, ദൈവമഹത്വമായിട്ട് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നീ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ സ്വഭാവം എങ്ങനെയാണ്. അവർക്ക് പ്രിയപ്പെട്ട ഒരു സ്വാതന്ത്ര്യമുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചാടി പിടിക്കും, എനിക്ക് വേണമെന്ന് പറയും. നീ 2 കാണിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പിള്ളേരൊക്കെ പറയും എനിക്ക് 2 വേണമെന്ന്. ഈ പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹമുള്ള, അമ്മയോട് ചേർന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ഈ ബാലന് അമ്മയോട് വലിയ സ്നേഹമാണ്, അമ്മയോട് വലിയ അടുപ്പമാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ 2 കിരീടമായിട്ട് നിനക്കിത് വേണോ, ഏതെങ്കിലും ഒന്ന് എടുക്ക് എന്ന് പറയുമ്പോൾ ഈ ബാലൻ സ്വപ്നത്തിൽ ദർശനത്തിൽ മറുപടി പറയുന്നത് തന്നെ എന്താണെന്നറിയോ? എനിക്കിത് 2 വേണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധ അമ്മയെ ദർശനത്തിൽ കാണാനും പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ 2 കിരീടങ്ങളും ചോദിച്ചു വാങ്ങാനും തക്കവണ്ണം അമ്മയുമായിട്ടൊരു അടുപ്പം ഈ ബാലന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ട വലിയൊരു പുണ്യം പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ശീലം നമ്മുടെ മക്കളിലേക്ക് നമുക്ക് കൊടുക്കാം. അത് അവരെ വിശുദ്ധിയിൽ വളർത്തും. ഈ 2 കിരീടങ്ങളും അല്ലെങ്കിൽ അതിലൂടെ ദൈവം ആഗ്രഹിച്ച പദ്ധതികളും അത് പൂർത്തീകരിക്കപ്പെടുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതം. നാം കാണുന്നു എഫേസുസ് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ആ വചനപ്രകാരം പറയാം, നാം ദൈവത്തിൻ്റെ കരവേലയാണ്,
നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാ. അപ്പൊ എന്താ വചനം പറയാ? വചനം പറയാ നാം ദൈവത്തിന്റെ കരവേലയാണ്. നമുക്ക് സംശയമൊന്നുമില്ല, കർത്താവാണ് നമ്മെ സൃഷ്ടിച്ചത്. ഇനി കർത്താവ് നമ്മെ സൃഷ്ടിക്കുമ്പോൾ കർത്താവിന് നമ്മിലൂടെ ഒരു പദ്ധതിയുണ്ട്. എന്താ നമ്മളിലൂടെയുള്ള കർത്താവിന്റെ പദ്ധതി? നമ്മളിലൂടെ ചില നന്മകൾ ചെയ്യാനായിട്ട്, ചില അനുഗ്രഹങ്ങൾ ചിലർ കൊടുക്കാനായിട്ട് കർത്താവ് ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മാച്ച് വില്യം കോൾബയ്ക്ക് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും, നമ്മളെല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിലെ അനുഗ്രഹീത കഥാപാത്രങ്ങളാണ്. നമ്മൾ അനുഗ്രഹീതരാകുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുമ്പോഴല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നവണ്ണം നാം അനുഗ്രഹമായിട്ട് മാറുമ്പോഴാണ്. നമ്മളിലൂടെയൊക്കെ കുറേ നന്മ ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ചില നന്മ പ്രവൃത്തികൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിട്ട് മാറുക. അത് പൂർത്തീകരിച്ചാൽ മാത്രം മതി നമ്മൾ വിശുദ്ധരായിട്ട് മാറാൻ. അങ്ങനെ ഈ വിശുദ്ധ മാച്ച് വില്യം കോൾബയുടെ ജീവിതത്തെ നാം നോക്കുമ്പോൾ അദ്ദേഹം പിന്നീട് വളർന്നു വരുമ്പോൾ ഒരു യുവാവായിട്ട് മാറുമ്പോൾ അദ്ദേഹം ഫ്രാൻസിസ്കൻ കൺവെൻച്വൽ സഭയിൽ ചേരുന്നു. പരിശുദ്ധ ദൈവമാതാവും പരിശുദ്ധ ആത്മാവിൻ്റെ പ്രചോദനമൊക്കെ അദ്ദേഹത്തെ അങ്ങനെ നയിക്കുവാണ്. അങ്ങനെ കൺവെൻച്വൽ സഭയിൽ ചേർന്ന് അദ്ദേഹം വിശുദ്ധി ജീവിച്ചു, ബ്രഹ്മചര്യത്തെ ജീവിച്ചു. അപ്പൊ ഒന്നാമത്തെ കിരീടം അദ്ദേഹം സ്വന്തമാക്കുവാണ്, ജീവിതത്തിലൂടെ സ്വന്തമാക്കുവാണ്. ഇനി കൺവെൻച്വൽ സഭയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന കാര്യം, പ്രധാനമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം ദൈവമാതാവിനുള്ള തൻ്റെ ഭക്തിയും വിശ്വാസവും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാനായിട്ട്, അനേകർക്ക് ഈ ദൈവമാത്ര വിശ്വാസം, ഭക്തി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെയും സഹനങ്ങളെയും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റും, വിശുദ്ധി നേടിയെടുക്കാൻ പറ്റും, സ്വർഗം നേടിയെടുക്കാൻ പറ്റും. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം മരിയൻ സേന എന്ന് പറയുന്നൊരു സംഘടന സ്ഥാപിക്കുകയും ആ സംഘടനയെ പ്രചരിപ്പിക്കാണ്ട് ഏറെ അത്യധ്വാനം ചെയ്യുകയും ചെയ്തു. പോളണ്ടിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പോളണ്ടിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെയും ഈ പറഞ്ഞ രീതിയിൽ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസവും ഭക്തിയും ദൈവവിശ്വാസവും ഒക്കെ പ്രഘോഷിക്കാണ്ട് ഏറെ യാത്ര ചെയ്ത ഒരു വിശുദ്ധം കൂടിയാണ്. അങ്ങനെ ഒരു മിഷണറി കൂടിയായിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാച്ച് വില്യം കോൾബെ. അദ്ദേഹം വിദൂര രാജ്യമായ ജപ്പാനിലേക്ക്, പോളണ്ടിൽ നിന്ന് ഏറെ വിദൂരമായിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ, ജപ്പാനിലേക്ക് വരെ പോവുകയും അവിടെയും തൻ്റെ ശുശ്രൂഷകൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മരിയൻ സേന രൂപവൽക്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറെ നാളത്തെ മിഷൻ പ്രവർത്തനത്തിന് ശേഷം പ്രത്യേകിച്ച് ജപ്പാനിൽ നിന്ന് തിരിച്ച് പോളണ്ടിലേക്ക് പോകുന്ന വഴിയാണ് അദ്ദേഹം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിലെത്തുക. കേരളത്തിലെ മണ്ണിലെത്തി അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയുടെ വിവിധ ആശ്രമങ്ങളിലായിട്ട് എറണാകുളത്തും ആലുവയിലൊക്കെ കുറച്ചുനാൾ താമസിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോളണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഏറെ കലുഷിതമായിരുന്നു. 1941 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭ കാലഘട്ടം. പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ചു. പോളണ്ടിലുള്ള ഒത്തിരി പേര് ജർമ്മൻ സൈനികർ തടങ്കൽ പാളയത്തിലേക്ക് നയിക്കുകയും ഒത്തിരി പേരെ ക്രൂരമായിട്ട് കൊല്ലുകയും ചെയ്തൊരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഓഷ്വിസ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായിട്ടുള്ള തടങ്കപ്പാളയത്തിലേക്ക് ഈ മാച്ച് വില്യം കോൾബയും നയിക്കപ്പെട്ടു. നമുക്കറിയാം, തടങ്കപ്പാളയത്തിൽ കഴിയുന്ന എല്ലാവരുടെയും മാനസിക അവസ്ഥ എന്ന് പറഞ്ഞാൽ നിരാശയുടേതും ദുഃഖത്തിൻ്റെതൊക്കെയാണ്. പക്ഷേ അന്ന് ഈ ഓഷ്വിസിലെയും അതുപോലെ മറ്റു പല ജർമ്മൻ നാസി തടങ്കൽ പാളയത്തിലെയും ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെ പരിതാപകരമായിരുന്നു. കാരണം അവരുടെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അവർ പിടിക്കപ്പെട്ടതോ തടങ്കൽപ്പാളയത്തിലായിരിക്കുന്നോ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടല്ല, മറിച്ച് നിരപരാധിരായിരുന്ന ആളുകളെ ചില രാഷ്ട്രീയ വിരോധം കൊണ്ട്, ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ക്രൂരമായ നിലപാട് കാരണം ഈ രീതിയിൽ തടങ്കൽപ്പാളയത്തിലേക്ക് നയിക്കപ്പെട്ടവരാ. അങ്ങനെ തടങ്കൽപ്പാളയത്തിലേക്ക് ഈ നയിക്കപ്പെട്ടവരുടെ ഇടയിൽ മാച്ച് വില്യം കോൾബയും വന്നു പെട്ടത് ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എന്തേ ദൈവം അതിനെ അനുവദിച്ചു എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത്, ദൈവത്തിന് അവിടെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ തടങ്കൽ പാളയത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറാൻ, ആ തടങ്കൽ പാളയത്തിൽ ഒരു പ്രേക്ഷിത മണ്ഡലമായിട്ട് മാറ്റാനുള്ള പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തത് നാം മനസ്സിലാക്കുന്നു, അവിടെ ആയിരിക്കുമ്പോൾ മാച്ച് വില്യം കോൾബയെ സംബന്ധിച്ചിടത്തോളം മാച്ച് വില്യം കോൾബയ്ക്ക് ഒരു സങ്കടത്തിൻ്റെ സാഹചര്യമില്ല. എന്തുകൊണ്ട് സങ്കടത്തിൻ്റെ സാഹചര്യമില്ല? കാരണം മാച്ച് വില്യം കോൾബയുടെ ആനന്ദം എന്ന് പറയുന്നത് ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളല്ല, ഭൗതികമായിട്ടുള്ള സന്തോഷങ്ങളല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല. മറിച്ച് ഒരു വിശുദ്ധനായ മാച്ച് വില്യം കോൾബയുടെ ആനന്ദം എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്നായിരിക്കുക, മാതാവിനോട് ചേർന്നായിരിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക, മറ്റുള്ളവരെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുക.
എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ദൈവവേല ചെയ്യുന്ന വ്യക്തിയുടെ സാമീപ്യം ആവശ്യമുള്ള ഇടത്താണ് താൻ ആയിരിക്കുന്നത് എന്ന് മാച്ച് വില്യം കോൾബയ്ക്ക് അറിയാം. കാരണം നിരാശയുടെ അങ്ങേറ്റത്തായിരിക്കുന്നവർ, ദുഃഖത്തിൻ്റെ അങ്ങേറ്റത്തായിരിക്കുന്നവർ, തകർക്കപ്പെട്ട ജീവിതങ്ങൾ, ആ ജീവിതങ്ങളുടെ ഇടയിൽ ഈ മാച്ച് വില്യം കോൾബെ വന്നു പെട്ടത് യാദർശികമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞ്. അദ്ദേഹം അവിടെ പ്രവർത്തിക്കുക, അവിടെ അവർക്ക് പ്രത്യാശ നൽകുക. അവിടെ അധികാരികളുടെ ക്രൂര പീഡനങ്ങളൊക്കെ ഇദ്ദേഹവും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലും ദൈവമുണ്ട്, രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം രക്ഷിക്കുന്ന ഈ ലോകത്തിൽ മാത്രമല്ല, ഈ സഹനങ്ങളുടെയൊക്കെ പ്രതിഫലമായിട്ട് വലിയ സ്വർഗമെന്ന രക്ഷ നമുക്ക് നൽകാനായിട്ട് കർത്താവിന് സാധിക്കും എന്നൊക്കെ രീതിയിലുള്ള പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ, മനസ്സിനെ ഒരുക്കാൻ, നിരാശയിൽ നിന്ന് രക്ഷിക്കാൻ, അനേകരെ സ്വർഗത്തിലേക്ക് നോക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് മാച്ച് വില്യം കോൾബയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1941 ജൂലൈ മാസത്തിൽ 3 തടവുകാർ ആ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക. അങ്ങനെ 3 പേര് ആ പാളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തടവ് ചാടി പോയപ്പോൾ അത് ആ തടങ്കൽ പാളയത്തിൻ്റെ അധികാരികളുടെ ഉള്ളിൽ ഏറെ കോപമുളവാക്കി. അവർ പ്രതികരിച്ചത് ഒരു ക്രൂരമായ ശിക്ഷാ നടപടിയിലൂടെയാണ്. രക്ഷപ്പെട്ടു പോയി. അവർ ചെയ്തത് എന്താണെന്നറിയോ? ഈ തടങ്കൽ പാളയത്തിൽ കഴിയുന്ന എല്ലാവരും ഭയപ്പെടുത്താനും നിരാശയിലേക്ക് കൊണ്ടുപോകാനും, ഇനി ഒരാൾ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അത് ചോർത്തി നൽകാൻ, രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി ഒരു ക്രൂരമായ ശിക്ഷാ നടപടി അവർ സ്വീകരിച്ചു. അതിതായിരുന്നു, ഈ രക്ഷപ്പെട്ട 3 പേർക്ക് പകരമായിട്ട് 10 പേരെ, അവിടെയുള്ള 10 പേരെ അവർ തെരഞ്ഞെടുത്തു. ആ 10 പേർക്ക് അവർ വിധിച്ചത് പട്ടിണി കിടന്നുള്ള മരണമായിരുന്നു. അങ്ങനെ അവരെ പട്ടിണിക്കിട്ട് കൊല്ലാണ്ട് തീരുമാനിച്ചു. അതിന് 10 പേരെ മാറ്റി നിർത്തിയേക്കുക. ഈ മാറ്റി നിർത്തപ്പെട്ട 10 പേരിൽ ഒരാൾ വാവിട്ട് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് ഗജോണിസെക് എന്നാണ്. അദ്ദേഹം വളരെ വലിയ വേദനയോടെ കരയുവാണ്. കരയുന്നതിൻ്റെ കാരണം ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നെങ്കിലും ഈ തടങ്കൽ പാളയത്തിന് രക്ഷപ്പെട്ട് തൻ്റെ ഭാര്യയുടെയും മക്കളുടെ അടുത്ത് എത്താം എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ കാണാൻ കഴിയില്ലല്ലോ, എൻ്റെ മക്കളെ കാണാൻ കഴിയില്ലല്ലോ, അവർ അനാഥരാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വാവിട്ട് കരയുക. ഈ മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ട് മനസ്സലിവ് തോന്നിയ ഈ മാച്ച് വില്യം കോൾബെ ചെയ്തെന്താണെന്നറിയോ? അദ്ദേഹം അധികാരികളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അധികാരികളോട് പറയുവാണ്, ആ മനുഷ്യനെ വെറുതെ വിട്ടേക്ക്, പകരം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മരിച്ചോളാം. എന്തുകൊണ്ടോ? ദൈവ പദ്ധതി ആയിരുന്നതുകൊണ്ട് ഈ അധികാരികൾ അതിനെ സമ്മതിക്കുകയും ഈ മാച്ച് വില്യം കോൾബയെ അതിൽ ഉൾപ്പെടുത്തി, ഈ 10 പേരിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. അങ്ങനെ ഈ 10 പേരെയും ഒരു മുറിയിലേക്ക് അവർ നയിച്ചു. ഈ മുറി പുറമേ നിന്ന് പൂട്ടി. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയും. അതിതാണ്, ഈ 10 പേരും മരണത്തെ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ ഒന്നുമില്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ അല്ലെങ്കിൽ 2-3 ദിവസത്തെയൊക്കെ ഉപവാസം എടുത്തിട്ടുള്ളവരാണ്. നമ്മളൊരു ഉപവാസം എടുക്കുമ്പോൾ അതിനെടുക്കാൻ പലർക്കും മടിയാണ്. ഇനി ഉപവാസം എടുക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ട്, ചിലപ്പോൾ ദാഹമുണ്ട്. സാധാരണ ഉപവാസം എടുക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കാറില്ല, ഭക്ഷണം മാത്രമേ ഒഴിവാക്കാറുള്ളൂ. ഈ ഉപവാസം എടുക്കുമ്പോൾ നമുക്കൊരു ഉറപ്പാണ്, ഒരു ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ കിടക്കുന്ന 10 പേരുടെ അവസ്ഥ അങ്ങനെയല്ല. മറിച്ച് ഇവർക്കറിയാം, ഇനി ഇവർക്ക് ഭക്ഷണം കിട്ടാൻ പോണില്ല, ഇനി ഇവർക്ക് ഒരു തുള്ളി വെള്ളം ആരും കൊടുക്കാൻ പോണില്ല. പട്ടിണി കിടന്നുള്ള മരണം മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. ഒറ്റയടിക്ക് വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ കഴുത്ത് വെട്ടി കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ അത്രയും സഹിച്ചാൽ മതി. മറിച്ച് ഇവർ മരിക്കുന്നത് വരെ തളർന്നു വീണ് മരിക്കുന്നത് വരെ ഇവർ ഈ മാനസിക പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ഓർത്തു നോക്കിയേ, 10 പേരുണ്ട്. ആദ്യത്തെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശവശരീരത്തിൻ്റെ അടുത്ത ബാക്കിയുള്ളവരും കിടക്കുക. ഇതുപോലെ ഈ കുറച്ചു നേരം കഴിയുമ്പോൾ ഞാനും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കും. മരണത്തെ നോക്കി തളർന്ന അവസരമായിട്ട് കഴിയുന്ന ഈ 10 പേര്. പ്രിയപ്പെട്ടവർ, ഈ 10 പേര് ഒരുവനായിട്ടുള്ള മാച്ച് വില്യം കോൾബെ ചെയ്തെന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ്, അല്ലെങ്കിൽ പുണ്യം ചെയ്യുന്ന സമയമായിരുന്നു ആ സമയങ്ങൾ. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന 9 പേരെയും കൂട്ടിയിരുത്തി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവരൊരുക്കുക, സ്വർഗത്തിന് വേണ്ടി ഒരുക്കുക. ഈ ഭൂമിയിൽ ഈ മരണം കഴിഞ്ഞാൽ നമുക്കൊരു സ്വർഗമുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലിക്കൊണ്ട് മാതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോകുന്നതെന്നുള്ള പ്രത്യാശയിലൂടെ നല്ല മരണത്തിന് വേണ്ടി അവരൊരുക്കി. അങ്ങനെ 9 പേരെയും ഒരുക്കി ഇദ്ദേഹം യാത്രയാക്കി. 9 പേർ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുവാണ്. ഈ മരിച്ചു വീഴുന്ന ഓരോരുത്തരെയും നല്ല മരണത്തിന് വേണ്ടി ഒരുക്കി ഇദ്ദേഹം കാത്തിരിക്കുകയാണ്.
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ചയായിട്ട് ഒന്നും ഭക്ഷിച്ചിട്ടില്ല, ഒന്നും പാനം ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും മരിച്ചു. പക്ഷേ ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ മാത്രം മരിക്കുന്നില്ല. ഇത് ജയിലധികാരികൾ നോട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇത്രയും ദിവസമൊന്നും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാണ്ട് ആരും ജീവനോടെ ഇരിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുരോഹിതൻ്റെ, ഇദ്ദേഹം ഒരു പുരോഹിതനാണെന്നുള്ള കാര്യമൊക്കെ ഈ അധികാരികൾക്കും അറിയാം. ഇദ്ദേഹത്തിൻ്റെ ഈ പുരോഹിതൻ്റെ ഈ മരണമില്ലാത്ത അവസ്ഥ, മരിക്കാത്ത അവസ്ഥ അതൊരു അത്ഭുതമായിട്ട് മാറും, അതൊരു അവരുടെ ഉദ്ദേശത്തിന് വിപരീതമായിട്ട് മാറും തോന്നിയതുകൊണ്ടായിരിക്കാം അവരവസാനം തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തെ എങ്ങനെയും കൊല്ലണം. അങ്ങനെ അവസാനം 1941 ഓഗസ്റ്റ് 14 വിഷം കുത്തിവെച്ചാണ് ഇദ്ദേഹത്തെ കൊല്ലുക. അങ്ങനെ അദ്ദേഹവും ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മെ പഠിപ്പിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല കാലഘട്ടത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സന്തോഷകരമായിട്ടുള്ള ബാല്യത്തിലും യൗവനത്തിലും യുവത്വത്തിലുമൊക്കെ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിൻ്റെ കരം പിടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വലിയ പുണ്യം നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിന്മയെ, അന്ധകാരത്തെ ഒരിക്കലും അകറ്റാൻ പറ്റില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നന്മയെ കൊണ്ടുവരാൻ പറ്റും, പ്രകാശം കൊണ്ടുവരാൻ പറ്റും. പ്രകാശം വരുന്നതനുസരിച്ച് അന്ധകാരം മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ കൊണ്ടുവരുവാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥന കൊണ്ടുവരുവാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ കൊണ്ടുവരുവാണെങ്കിൽ, ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഈ പ്രകാശത്തിൻ്റെ സാന്നിധ്യം, ഈ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ, നിരാശ, ദുഃഖം, പാപം, അങ്ങനെയുള്ള എല്ലാ അന്ധകാര സ്വാധീനം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി പ്രകാശപൂർണ്ണമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റും. ഇതാണ് ഒന്നാമത് മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. അവൻ ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചു, ദൈവത്തിൻ്റെ കരം പിടിച്ചു, പ്രാർത്ഥനയെ വളർന്നു. അവൻ്റെ ജീവിതത്തിന് ശക്തിയായിട്ട് മാറി. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ മകൻ ഇങ്ങനെ പ്രാർത്ഥന വളർന്നു? എന്തുകൊണ്ട് ഈ വ്യക്തിയിലേക്ക് ഇത്രയും ദൈവമാതൃഭക്തിയും ദൈവവിശ്വാസവും കടന്നു വന്നു? അപ്പനും അമ്മയും പകർന്നു കൊടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ 12-ാമത്തെ വയസ്സിലൊന്നും ഇത്രയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറില്ലല്ലോ. നമ്മുടെയും യുവതലമുറകളിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, വളർന്നു വരുമ്പോൾ ചെറിയ നാൾ മുതൽ അവരെ പ്രാർത്ഥനയിൽ പരിശീലിപ്പിക്കാം. ദൈവകരം പിടിക്കാണ്ട് അവർക്ക് പരിശീലനം നൽകാം. മറ്റെല്ലാം ഈ ലോകം അവർക്ക് നൽകിക്കൊള്ളും. പക്ഷെ ദൈവത്തെ നൽകണമെങ്കിൽ, പ്രാർത്ഥന നൽകണമെങ്കിൽ, വിശ്വാസം നൽകണമെങ്കിൽ അത് അപ്പനും അമ്മയും വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, അവർ വളരട്ടെ, അവർ വളർന്ന് അവർക്ക് പ്രായമാകട്ടെ, പക്വതയാകട്ടെ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാനുള്ള പ്രായമാകട്ടെ. അത് തെറ്റാ. മറിച്ച് ചെറുപ്പത്തിൽ തന്നെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ, അറിവാകുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ദൈവത്തെ കൊടുക്കാം. ആ പ്രാർത്ഥിക്കുന്ന ശീലം, ദൈവത്തെ വിളിക്കുന്ന ശീലം അവരെ ഭക്തി വളർത്തുകയും ദൈവത്തോട് ചേർന്ന് നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത് മാക്സിമിലിയൻ കോൾബെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. ദൈവകരവും പിടിച്ചു, പരിശുദ്ധ അമ്മയുടെ കരവും പിടിച്ചു, പരിശുദ്ധ ദൈവമാതാവ് അവൻ്റെ കരവും പിടിച്ചു. അവൻ്റെ ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും സമയത്ത് അനുഗ്രഹീതമായിട്ടുള്ള മരണം സ്വീകരിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട മരണത്തിന് വേണ്ടി ഒരുക്കാനായിട്ട് ദൈവം അവനെ സഹായിച്ചു. ഇനി രണ്ടാമത് നാം കാണുന്നു, ഈ മാക്സിമിലിയൻ കോൾബെ ആ ഒരു തടങ്കൽ പാളയത്തിലേക്ക് എത്തിയത്, ഈ ഒരു 10 പേരടങ്ങുന്ന ആ പട്ടിണി കിടന്നുള്ള മരണത്തിലേക്ക് തള്ളപ്പെട്ട സംഘത്തിൽ ഉൾപ്പെട്ടത് ഇതൊന്നും യാദൃശ്ചികമായിരുന്നില്ല. മറിച്ച് ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ആയിരുന്ന ഇടം അനുഗ്രഹിക്കപ്പെട്ട ഇടം കൂടിയായിരുന്നു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നമ്മൾ ഇഷ്ടമനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ വചനം പ്രഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരെ സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന സമയത്താണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനും ഒത്തിരി പേർക്ക് അനുഗ്രഹമായിട്ട് മാറാനും പറ്റുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ചിലപ്പോൾ രോഗിയായിട്ട് കിടക്കുന്ന സമയമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിൻ്റെ സമയമാക്കി മാറ്റാൻ പറ്റുക. നമ്മുടെ വേദന മറ്റു പലർക്കും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനത്തെ വിശുദ്ധരൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് മാറുന്ന, നമ്മൾ പിടിക്കപ്പെടുന്ന, നമ്മൾ ഒതുക്കപ്പെടുന്ന സാഹചര്യമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്പെടുന്നമായ സാഹചര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ എവിടേക്ക് കൊണ്ടുപോകുന്നോ അവിടെയാണ് നമുക്ക് അനുഗ്രഹം, അവിടെയാണ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പറ്റുക. മാക്സിമിലിയൻ കോൾബെയുടെ ജീവിതം അത് തന്നെയാണ് പഠിപ്പിക്കുക. അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പല രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത സമയങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ലോകം ഇന്ന് അദ്ദേഹത്തെ ഓർക്കുന്നതും
അല്ലെങ്കിൽ ദൈവികമായിട്ട് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി അനുഗ്രഹമായിട്ട് മാറിയതും എവിടെയാ? അദ്ദേഹം ആ തടങ്കൽ പാളയത്തിലായിരുന്ന സമയമാണ്. ആ തടങ്കപ്പാളയത്തിൽ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന ആളുകളെ അന്ന് പ്രത്യാശയിലേക്ക് നയിക്കാനായിട്ട് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മരണത്തെ മുന്നിൽ കണ്ടു കഴിഞ്ഞ ആ വ്യക്തികൾക്ക് പ്രത്യാശയുടെ കിരണം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അന്ന് ആ തടങ്കപ്പാളയത്തിലേക്ക് എത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നന്മ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കുന്നു, ദൈവ പദ്ധതി അതിനോട് നാം വിധേയപ്പെടുമ്പോഴാണ് നമ്മിലൂടെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാവുക. ഇത് തന്നെയാണല്ലോ ദൈവവചനം നമ്മോട് പറഞ്ഞ എഫെസ്യർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നമ്മൾ ആദ്യം കേട്ട വചനമാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു സൃഷ്ടിക്കപ്പെട്ടവരാ. അപ്പം നമുക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ വേണ്ടി കർത്താവ് ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഓരോ ഇടങ്ങളിലേക്ക് നയിക്കുമ്പോൾ ആ ഇടങ്ങളിൽ നാം എത്തിച്ചേരുകയും സന്തോഷത്തോടെ ദൈവം നൽകുന്ന ഡ്യൂട്ടി, ഉത്തരവാദിത്വം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുക, നമ്മളൊരു അനുഗ്രഹമായിട്ട് മാറുക. വിശുദ്ധ മാൻസ്ബില്ലേം കോൾബയെ അനുകരിച്ചുകൊണ്ട് ഈ 2 കാര്യങ്ങളിൽ, ഒന്ന് പരിശുദ്ധ അമ്മയുടെ ദൈവത്തിൻ്റെ കരം എപ്പോഴും പിടിക്കുന്നവരായിട്ട് മാറാനും, രണ്ടാമത്തത് നമ്മൾ എവിടേക്കൊക്കെ ദൈവം കൊണ്ടുപോകുന്നോ അവിടെയൊക്കെ നമ്മൾ അനുഗ്രഹമായിട്ട് മാറാൻ ഇടമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഇടം ദൈവ പദ്ധതി പ്രകാരവും ദൈവപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഇടമായിട്ട് മാറാനുള്ളതാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മാൻസ്ബില്ലേം കോൾബയുടെ മധ്യസ്ഥവും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ.